ഇതെന്തിനാ ഇവിടെ വന്നത്? ഹോട്ടലിലേക്ക് പോയാൽ പോലായിരുന്നു. ആകെ നനഞ്ഞിരിക്കുകയാ. എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ നനഞ്ഞ കോളത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഡ്രസ്സ് മാറാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. നീ വാ. എനിക്ക് നീയല്ല സെലക്ട് ചെയ്ത് തന്നത്. ഇനി എൻ്റെ ടേണാണ്. പോയി ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്യേ. ഇത് വേണ്ട. എങ്കിൽ പിന്നെ ഈ ടീഷർട്ട് ട്രൈ ചെയ്യാം. ഇതെന്താ ക്രിസ് കാണിക്കുന്നത്? ആ റൂമിൽ ചെന്ന് ചേഞ്ച് ചെയ്തേ. ഓ പിന്നെ ഇതൊന്നിടാൻ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോകില്ലേ. നീ എന്തിനാ കണ്ണുകുത്തുന്നത്? നീ ഇതൊന്നും കാണാത്തതില്ലല്ലോ. എൻ്റെ കുളിസിയും കാണാൻ കഷ്ടൻ്റെ പിന്നിലും മറ്റും ഒളിച്ചിരുന്നത് മറന്നുപോയോ? ഞാൻ നിന്റെ കുളിസിയും കാണാനൊന്നും വന്നിട്ടില്ല. അതൊക്കെ നിന്റെ ഓരോ തെറ്റിദ്ധാരണകളാ. ക്രിസ് നെഞ്ചിൽ പുതിയ ടാറ്റു അടിച്ചു. ഇതെങ്ങനെയുണ്ട്? എന്നാ ഈ ജാക്കറ്റ് കൂടെ ഇട്ടോ. ഇപ്പൊ സൂപ്പർ. നിന്റെ നെഞ്ചിൽ ഒരു പുതിയ ടാറ്റു ഉണ്ടല്ലോ. അതിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? നിന്റെ കയ്യിലെ ടാറ്റു പോലെ. എൻ്റെ കയ്യിലെ ടാറ്റു കുഞ്ഞില് നിന്നെ രക്ഷിക്കുന്നതിനിടയിൽ പറ്റിയ മുറിവിനെ ഓർമ്മിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. അതുപോലെ തന്നെയായിരുന്നു നിന്നെ ആ അൻവർ തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് വെടിയേറ്റു. പിന്നെ നീ മൊണാർക്കിൻ്റെ മാസ്ക് അഴിച്ചു വെച്ച് എന്നിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇനി നിന്നെ ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ മൊണാർക്കിൻ്റെ ഓർമ്മക്കായി ആ മാസ്കും ഒരു മൈക്കും ഞാൻ ആ മുറിപ്പാടിൽ ടാറ്റു ആയി കുത്തിച്ചു. അത്രയേ ഉള്ളൂ. ഞാനെപ്പോഴും ക്രിസിന് ഇതുപോലെ മുറിവുകളും വേദനകളും മാത്രമേ തന്നിട്ടുള്ളല്ലേ? ഒരിക്കലുമില്ല. നീ എപ്പോൾ എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകാറുള്ളൂ. നീയാണ് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയത്. എൻ്റെ കോളേജ് ജീവിതവും സുന്ദരമാക്കി. ഈ ബിസിനസ് ഏറ്റെടുക്കാനും എൻ്റെ മമ്മയുമായുള്ള വഴക്ക് തീർത്ത് ഒന്നിപ്പിക്കാനും ഒക്കെ കാരണമായത് നീയാ. പിന്നെ ഈ മുറിവുകളൊക്കെ ഞാൻ സന്തോഷത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. അതെന്ന് ഓർത്തിരിക്കാനാ ഈ ടാറ്റു. നീ ആ കണ്ണു തുടച്ചേ. ക്രിസ്, നീ ആ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. നീ താഴെ ഇറങ്ങി, നല്ല തണുപ്പുണ്ട്.
ക്രിസ്, എൻ്റെത് കഴിഞ്ഞു. ഇനി നീ ഫ്രഷ് ആയിക്കോ. ഓക്കേ. ക്രിസ്, എനിക്ക് എനിക്ക് ആ ടാറ്റു ഒന്ന് കാണിച്ചു തരുമോ? എന്താ? നെഞ്ചിലെ ടാറ്റു ഒന്ന് കാണിച്ചു തരുമോന്ന്. അതിനെന്താ? നീ എന്താ കിട്ടിയ ചാൻസ് മുതലെടുക്കുകയാണോ? ഒന്ന് കാണാനാണെന്ന് പറഞ്ഞിട്ട്. ശരിയാ, ഞാൻ കാണാൻ സുന്ദരനാണ് എന്ന് കരുതി നിനക്ക് സ്വയം ഒന്ന് നിയന്ത്രിച്ചൂടെ? மண்ணை தொடும் முன் மறைந்தது என்ன? வெள்ளிமழை வெள்ளிமழை துள்ளி வந்து தொலைந்தது என்ன? தாவணி மின்னல் சிதறி அடிக்க, மன்மத இடிகள் மனதில் இடிக்க, இளமை வயலில் காதல் முளைக்க, மறுமுறை மறுமுறை ஒருமுறை வருவாயா? நீ வரும்போது நான் மறைவேனா? അവളെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം നിനക്കാണല്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ പോയാൽ മിക്കവാറും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകും. നീ എന്തിനാ സോഫയിൽ കിടക്കാൻ പോകുന്നത്? നേരത്തെ കാര്യം കൊണ്ടാണോ? എൻ്റെ ഓർമ്മയ്ക്ക് കുത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാനും തൊടാനും തോന്നി എന്ന് കരുതി നീ മാറിക്കിടക്കൊന്നും വേണ്ട. ഐ ക്യാൻ കൺട്രോൾ മൈസെൽഫ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ട്. നീ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാ. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ റിസ്ക് എടുക്കാൻ ഞാനില്ല. ഞാനിനി ഇവിടെ കിടന്നുറങ്ങിക്കോളാം. നിനക്കെന്താ സുഖമില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഇപ്പതേ തുമ്മലും തുടങ്ങി. നോക്കട്ടെ. ചെറിയൊരു ചൂടുണ്ട്. ഉണ്ടാവുമല്ലോ. ഇന്നലെ മര്യാദയ്ക്ക് കാറിലിരിക്കാതെ തണുപ്പും കൊണ്ട് നിന്നതല്ലേ. മഴ നനഞ്ഞത് വേറെ. എന്തായാലും നീ എവിടെ ഇരിക്കും, ഞാൻ ആൽഫ്രഡിനെ ഒന്ന് വിളിക്കട്ടെ. ഇതെവിടെയാ? ഇത് ആൽഫ്രഡിന്റെ വീട്. ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് തീരെ സുഖമില്ലല്ലോ, അപ്പോൾ പുറത്തു നിന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല. ഞാൻ കുറച്ച് ചിക്കൻ സൂപ്പ് വെച്ചതരാം. പനിക്കും ജലദോഷത്തിനൊക്കെ സൂപ്പ് ബെസ്റ്റാ. ആൽഫ്രഡ് തനിച്ചാണോ താമസം? ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അല്ല, അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടിയുണ്ട്. ഓഫീസിൽ പോയിരിക്കുക, അതാ കാണാത്തെ. നിന്റെ മുഖത്തെന്താ ഒരു നിരാശ പോലെ? അവന് ഗേൾ ഫ്രണ്ട് ഇല്ലെന്നാണോ കരുതിയത്? അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്തിനാ നിരാശ? ഞാൻ കണ്ടായിരുന്നു നേരത്തെ രണ്ടാളും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത്. അതിനെന്താ, വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ച് സമയം കളയാതെ സൂപ്പ് ഉണ്ടാക്കുക. ഇവനിത് വല്ലതും അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ക്രിസിന് കുക്കിംഗ് ഒക്കെ അറിയോ? അല്ലെങ്കിൽ അന്ന് കാറ് നോക്കിയ പോലെ സിനിമയിലെ കണ്ട പോലെ എന്തെങ്കിലും ചെയ്തതാണോ? ഒരുവിധം കുക്കിംഗ് ഒക്കെ എനിക്കറിയാം. ചെറുതായിരുന്നപ്പോൾ തന്നെ ഞാൻ വേറെ മാളെ താമസിച്ചത് നിനക്കറിയാലോ. അന്ന് സുമിത്രാമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാ ഇതൊക്കെ. കുഴപ്പമില്ലാത്ത തരത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഞാൻ. ഹാ, എല്ലെൻ്റെ ഭാഗ്യം.
പാചകം അറിയുന്ന ഒരു ഭർത്താവിനെ കിട്ടുമല്ലോ. നിനക്കും കിട്ടും. ആൽഫ്രഡിന് നന്നായിട്ട് പാചകം അറിയാം. അയ്യോ വേണ്ട, എനിക്ക് വെൽ റെപ്യൂട്ടഡ് കമ്പനിയുടെ CEO ആയിട്ടുള്ള ഒരു ഫിയാൻസ് ഉണ്ട്. ഞാനും CEO തന്നെയാണല്ലോ. നിങ്ങളെ സിസ്റ്റേഴ്സ് കൊള്ളാലോ. നല്ല 2 പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചില്ലേ? ഞങ്ങൾ കയറി പിടിച്ചതല്ല, ഞങ്ങളുടെ രണ്ടാളുടെയും സൗന്ദര്യത്തിന് മുന്നിൽ നിങ്ങൾ 2 പുളിങ്കൊമ്പുകൾ മൂക്കും കുത്തി വീണതാ. എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഒരു സൂപ്പ് കഴിച്ചിട്ടില്ല. എൻ്റെ വയറ് കേടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത്ര നന്നായി ക്രിസ് കുക്ക് ചെയ്യുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. എന്തായാലും താനൊരു മൾട്ടി ടാലന്റഡ് തന്നെയാണ്. അല്ല, നീ എന്തിനാ സൂപ്പ് കഴിക്കുന്നത്? എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ ലൈറ്റ് ഫുഡ് കഴിക്കുന്നത്. ക്രിസിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ലൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ കനത്തിൽ കഴിക്കുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല, ഞാൻ വേറെ വല്ലതും കഴിച്ചാൽ നിന്റെ കൊതി കൂടെ കിട്ടും. ആഹാ, ഭക്ഷണം കിട്ടാതെ നാട്ടിൽ നിന്ന് വന്ന പോലെയുണ്ട്. ഇന്നാ ഈ ടിഷ്യൂ കൊണ്ട് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്ക്. എന്നിട്ട് ഈ മരുന്ന് കഴിക്കും. കഴിച്ചു കഴിഞ്ഞെങ്കിൽ ആ ബൗളിങ് താ. വൃത്തിയാക്കലും ഈ പാചകത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ഞാൻ കഴുകിക്കോളാം. ഈ വാച്ച് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതല്ലേ? ഇതേ എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. മൊണാർക്ക് എന്നാ പേര്. ആ ഫ്രണ്ടിനെ ഞാനിപ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി ആ മൊണാർക്കിനെ മിസ് ചെയ്യില്ല. പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയതോടെ ആ മൊണാർക്കും തിരിച്ചു വന്നില്ലേ? സത്യം പറഞ്ഞാൽ ആ മൊണാർക്കിനെ മാത്രമല്ല, മേനെയും ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നീ എത്ര കാലം എന്നോട് ഈ വെറുപ്പ് കാണിക്കും? പപ്പയുടെ കൊലപാതകി എന്ന് നീ ഓരോ തവണ പറയുമ്പോഴും 1000 കത്തി ഒരുമിച്ച് നെഞ്ചിലേക്ക് കുത്തിക്കയറ്റുന്ന പോലെയുള്ള വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും നിനക്കിത് അവസാനിപ്പിച്ചൂടെ? എല്ലാം മറന്ന് നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിച്ചൂടെ? നീ എന്താ ഒന്നും മിണ്ടാത്തത് എസ്തർ? ഉറങ്ങിയോ? നീ ഒന്നും കേട്ടില്ലല്ലേ? ഈ വാക്കുകൾ പറയാൻ ഞാൻ കുറേയായി ആഗ്രഹിക്കുന്നു. എന്നാ ധൈര്യം വന്നില്ല. ഇപ്പോൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചപ്പോൾ അത് നീ കേൾക്കുകയും ചെയ്തില്ല. Sir, can I help you? Shh, don't make noise. She is sleeping. Here, take the key. Okay, sir. What happened, sir? Could you please help me to open the elevator and my room doors? Sure, sir. Oh, how sweet. What an amazing boyfriend. She is very lucky.
ആകാശിൻ്റെ മെസ്സേജോ? ഇവൻ സാധാരണ എനിക്ക് മെസ്സേജ് അയക്കാത്തതാണല്ലോ, ഇതെന്താ പതിവില്ലാതെ? ഹേ ക്രിസ്, നീ എസ്തർ മുത്ത് സിഡ്നിയിൽ കിടന്ന് ആഘോഷിക്കുകയാണെന്ന് എനിക്കറിയാം. നിനക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചത്. എന്താണെന്നല്ലേ, ഞാൻ തിരിച്ച് ന്യൂയോർക്കിലേക്ക് തന്നെ പോവുകയാണ്. ഞാനിനി ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. നിന്റെ കമ്പനി തട്ടിയെടുക്കാൻ വന്നിട്ട് ഇപ്പോൾ ഉള്ളത് കൂടെ പോയി. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്തു. ആ അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ഞാൻ തോറ്റു പോകുകയാണെന്ന് നീ കരുതണ്ട. നിനക്കുള്ള മുട്ടൻ പണി ഒരുക്കാനാണ് ഞാൻ പോകുന്നത്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന കുറച്ച് സമയം നീ നന്നായി ആഘോഷിച്ചു. ഞാനെങ്ങനെ ഇവിടെ എത്തി? ആൽഫ്രഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെന്താ സംഭവിച്ചത്? ആ, എഴുന്നേറ്റോ? ഇപ്പം എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ. നോക്കട്ടെ. ആ, പനിയൊക്കെ പോയല്ലോ. നീ എണീറ്റ് വാ. ഞാൻ റൂം ബോയുടെ കയ്യിൽ സൂപ്പ് ചൂടാക്കാൻ കൊടുത്തയച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്കത് തന്നെ കഴിക്കാം. നാളത്തെ രജിസ്ട്രേഷനും കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി വയറ് നിറച്ചു നല്ല ഭക്ഷണം കഴിക്കാം. അല്ല ക്രിസ്, എനിക്കെന്താ ഹോട്ടലിലേക്ക് വന്നതെന്ന് ഓർമ്മ കിട്ടാത്തത്? കാറിൽ കയറുന്നത് ഓർക്കുന്നു, പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്നത് ഓർമ്മ കിട്ടുന്നില്ല. അത് മരുന്നിൻ്റെ ക്ഷീണം കാരണമായിരിക്കും. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. വന്ന പാടെ ഒന്ന് ഉറങ്ങണമെന്നും പറഞ്ഞ് നീ കയറി കിടക്കുകയും ചെയ്തു. ആണല്ലേ? റൂം പോയി വന്നതെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കട്ടെ. गुनगुनाए छोटी मोटी बातों पे मुंह फुलाए, पास मुझे लाए। पहली नजर में कैसे जादू कर दिया, तेरा बन बैठा है मेरा जिया। जाने क्या होगा क्या पता, इस पल को मिलके आज ले जरा। नादानियाँ खींचे मुझे, नादानियाँ पागल करे तेरी हर अदा। हर दुआ में शामिल तेरा प्यार है, बिन तेरे लम्हा भी दुश्वार है। धड़कनों को तुझसे ही दरकार है, तुझसे ही राहते, तुझसे ही चाहते। कैसे तू गुनगुनाए मुस्कुराए, छोटी मोटी बातों में मुंह फुलाए। ये नजाकत मेरी आदत पास मुझे लाए। नादानियाँ खींचे मुझे, नादानियाँ पागल करे तेरी हर अदा। नादानियाँ खींचे मुझे, नादानियाँ पागल करे तेरी हर अदा। കാറിൽ കയറിയപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്നത്? നീ ഇറങ്ങുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ ആ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അവരെന്നോടെല്ലാം പറഞ്ഞു. ഇന്നലെ രാത്രി നീയാ എന്നെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തിയതെന്ന്. അതിൻ്റെ കൂടെ അവരെന്താ പറഞ്ഞതെന്നറിയോ? ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിളിനെ വേറെ കണ്ടിട്ടില്ല, ഇത്രയും കെയറിങ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടെന്ന്. നീ എൻ്റെ ബോയ് ഫ്രണ്ടല്ല, ബോസാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെന്നോ? അവരത് കേൾക്കാൻ കൂടെ കൂട്ടാക്കിയില്ല. നീ എന്തിനാ ചുമ്മാ അവരോടൊക്കെ സംസാരിക്കാൻ പോയത്? ഓഹോ, ഞാനിപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചതാണോ പ്രശ്നം? ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഒന്ന് തട്ടി വിളിച്ചാൽ പോരെ, വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ആ ബെസ്റ്റ്.
എടുത്തോണ്ട് പോയിട്ട് അറിഞ്ഞിട്ടില്ല, പിന്നെയല്ലേ തട്ടി പിടിച്ചിട്ട്. ഉറക്കത്തിൽ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി വല്ലതും ചെയ്താൽ പോലും നീ അറിയില്ല. അല്ല, അതിനർത്ഥം ഞാൻ നിന്നെ ഒന്നും ചെയ്തെന്നല്ല. അത് വിട്. നാട്ടുകാരുടെ കാര്യം അവർ പറയട്ടെ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരിങ്ങനെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിന്നാൽ അത് നമ്മുടെ ആൽബത്തിന് ഗുണം ചെയ്യും. നീ അവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ടെന്നേ. സാർ, രജിസ്ട്രേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് എപ്പോഴത്തേക്കാണ് റെഡിയാക്കേണ്ടത്? അത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി, ഞാൻ പറയാം. ഓക്കെ സാർ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല ക്രിസ്, നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ? ഇനി നാട്ടിലേക്ക് മടങ്ങാമല്ലോ. പിന്നെ എന്തിനാ വീണ്ടും 2 ദിവസം കൂടി ഇവിടെ കഴിയുന്നത്? ഇപ്പോഴേ പോയാലെങ്ങനെയാ? നമുക്ക് സിഡ്നി മുഴുവൻ കാണണ്ടേ? പിന്നെ നാട്ടിലുള്ളവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണ്ടേ? എങ്കിലൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം. ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ കയ്യിൽ യുണീക്കായിട്ടുള്ള പലതും ഉണ്ടാകും. അത് വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റിലും ഒന്നും അന്വേഷിച്ച് കിട്ടില്ല. നീ വാ. ഇത് കൊള്ളാം, സിമ്പിളാണ്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് നിനക്ക് എൻ്റെ വക ഗിഫ്റ്റ്, എൻ്റെ കൂടെ ഇവിടെ വരെ വന്ന് എന്നെ സഹായിച്ചതിന്. ഇനി എൻ്റെ എലനെ പറ്റി എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. ചെറിയ മുറിവാണെന്നേ ഡ്രസ്സ് ചെയ്തു തന്നു. പിന്നെ ഈ മുറിവുണങ്ങിയ അതിൻ്റെ ഓർമ്മയ്ക്ക് ടാറ്റു അടിക്കാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ. തമാശ പറയേണ്ട സമയമാണിത്. നീ എന്തിനാ എന്നെ പിടിച്ച് മാറ്റിയത്? നീ എൻ്റെ ബോഡി ഗാർഡൊന്നും അല്ലല്ലോ. എനിക്ക് നേരെ വന്ന കത്തിക്ക് മുമ്പിൽ ചാടി വീഴാൻ നിന്നോടാരാ പറഞ്ഞത്? Alfred, arrange our flight immediately. We are leaving tonight. കൈ ഇപ്പം എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഇല്ല, എൻ്റെ ഷർട്ട് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ആഴത്തിൽ മുറിവുണ്ടായിട്ടില്ല. ചെറുതായിട്ട് തൊലിയൊന്ന് നീങ്ങി കുറച്ച് ചോര തന്നു, അത്രയേ ഉള്ളൂ. നീ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ നിന്നെ സംരക്ഷിക്കാമെന്ന്. ഇതുവരെ നിനക്ക് ആവശ്യമുള്ള സമയത്തൊന്നും ഞാൻ കൂടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് കൂടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നതാണ് എനിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. സോറി ക്രിസ്, എൻ്റെ തെറ്റാ. പക്ഷേ എനിക്ക് നിന്നെയും സംരക്ഷിക്കണമെന്നുണ്ട്. നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ക്രിസ്, എനിക്ക് നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട്. നിനക്കെന്തെങ്കിലും പറ്റുമോ എന്നൊരു തോന്നൽ. അതെന്താ നിനക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ?
ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഉം. ആകാശ് അന്ന് എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും മുഖത്തെ ചിരി മായ്ക്കുമെന്ന്. അന്ന് ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട് ക്രിസ്. ഹേയ്, ആകാശ് അത്ര തരം താഴ്ന്ന പണിയൊന്നും ചെയ്യില്ല. ഇത് നമ്മുടെ ബിസിനസ് സർക്കിളിലുള്ള ആരെങ്കിലും ആയിരിക്കും. എന്നെപ്പോലത്തെ ബിസിനസ്മാന് ഇതൊക്കെ സർവ്വസാധാരണമാണ്. തൽക്കാലം നീ ഈ കാര്യമൊന്നും വീട്ടുകാരോട് പറയണ്ട. വെറുതെ അവരെ ടെൻഷനാക്കണ്ട. എന്നാലും ക്രിസ്, ഒരു ബോഡി ഗാർഡിനെ വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. നിനക്ക് നല്ല ആയുസാണല്ലോ ക്രിസേ. അതല്ലേ നിനക്ക് പകരം ആ പെണ്ണ് ചാടിക്കേറി കത്തിക്ക് മുന്നിൽ നിന്നത്. എൻ്റെ എല്ലാ പ്ലാനും പൊളിക്കുന്നത് അവളാ. ആ എസ്തർ ആണാണെങ്കിൽ നേരിട്ട് വാടാ. വെറുതെ ഗുണ്ടകളയച്ച സമയം കളയാതെ നേർക്ക് നേർവാ. അത് മനസ്സിലിരിക്കട്ടെ. തൽക്കാലം ഞാൻ ഈ ഒളിപ്പോര് തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പായി. നിനക്ക് വേദനിക്കണമെങ്കിൽ അവൾക്ക് നോവണം. ഇനി ഞാൻ അവൾക്ക് നേരെ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നത്. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയിടാം.